സൂസൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട കേക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് മുട്ട കേക്ക് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ടിഫിനൊക്കെ കൊടുത്തുവിടാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മുട്ട കേക്ക്. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടി സാധനങ്ങൾ: ഇത് മൈദ, ഇതൊരു ഏകദേശം ഒരു 1/2 കിലോ മൈദയുണ്ട്. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. 3 മുട്ട നല്ലതായിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ഈസ്റ്റ്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈസ്റ്റ് ഒരു സ്വല്പം, ഒരു 1/4 സ്പൂൺ ഈസ്റ്റ് നമ്മൾ ഈ മുട്ട അടിച്ചതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മുട്ടയ്ക്കകത്തോട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മൈദ ഈ പാത്രത്തിലോട്ട് മൈദ കുറേച്ച് ഇടുക. ഒരു സ്വല്പം ഉപ്പ് ഇതിൻ്റെ അകത്തിട്ട്, സ്വല്പം ഉപ്പിട ഇതിൻ്റെ അകത്തിട്ടു. ഇതിൻ്റെ അകത്ത് സ്വല്പം ഉപ്പിട്ടു. എന്നിട്ട് ഈ പഞ്ചസാരയുടെ പൊടി, നമുക്ക് ആ പഞ്ചസാര ഈ മധുരം എത്ര ആവശ്യമുണ്ടോ അത്രയുമാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത്. നമ്മൾ ഈ മുട്ട കുറച്ചുകൂടെ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് നമ്മളിത് ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെ പരുവത്തിലാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ കുറച്ച് പൊടി കൂടെ അങ്ങോട്ട് ഇട്ടു, പഞ്ചസാരയുടെ പൊടി ഇട്ടു. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഇടും. കുറച്ച് മധുരം വേണ്ടിയാൽ അങ്ങനെ ഇടുക. നമുക്കിടെ മധുരത്തിൻ്റെ അളവ് നമുക്ക് എങ്ങനെയാണോ അതനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. മുട്ടയുടെ വെള്ളം ഒഴിച്ച് ഇട്ടു. നമ്മൾ ഈ മുട്ടയുടെ വെള്ളം മൊത്തമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട് ചേർക്കുകയാണ്. നമ്മളിത് കുഴയ്ക്കാനായിട്ട് വേറെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ടയ്ക്കകത്താണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പം എത്രയും മുട്ട കൂടുതൽ എടുക്കുന്നു അത്രയും നമുക്ക് മാവ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൂടുതൽ നമുക്ക് മുട്ടക്കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഇത്രയും നമ്മൾ ചപ്പാത്തി പരുവത്തിൽ എങ്ങനെയാകുമോ അവിടെ കൊണ്ട് ഈ പൊടി നിർത്തണം. നമ്മളിതിൻ്റെ മധുരം ഒന്ന് നോക്കണം. നമുക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരം കൂടി ചേർക്കണം. ഇത് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ ഞാൻ കുഴച്ച് വെച്ചു. ഇതിനി 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവൊക്കെ ഒരു ഇച്ചിരി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് പരത്തുന്നതിന് അത് മുക്കി ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മൊന്ന് മുക്കാനായിട്ട് ഈ മാവ് കുറച്ച് ശകലം മാവ് വേണം. ഇത് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇത് പരത്തിയെടുക്കണം. എടുത്തു ആ പൊടിക്കകത്തൊന്ന് മുക്കണം. പൊടിക്കകത്ത് മുക്കി നമ്മളെടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നതിൻ്റെ അത്രയും തിന്നാവരുത്, ഇച്ചിരി കട്ടി വേണം. ഇടയ്ക്കിടയ്ക്ക് പൊടിയൊന്ന് പരട്ടി കൊടുക്കണം. ഇങ്ങനെ ഒരു സ്വല്പം കട്ടി വേണം പരത്തുന്നതിന്, ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ആക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാൻ പോവാണ്. പാൻ അടുപ്പ് വെച്ചു, കത്തിച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള മുങ്ങിക്കിടക്കത്തക്ക പോലെ വറുത്തക്ക പോലെ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതായിട്ട് തിളച്ചു. നമുക്കിനി ഓരോന്നങ്ങോട്ട് ഇടാം. നമുക്ക് തീയൊന്ന് നല്ലതായിട്ട് തിരിച്ചു മറിച്ചു വന്നു. കണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് തിരിച്ചു മറിച്ചു വന്ന് കൊടുത്ത് തിരിച്ചു മറിച്ച് 2 സൈഡും ഒന്ന് ഒഴിച്ചെടുക്കും. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ട കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗുമ്മെന്നായിട്ടുണ്ട്.
നല്ലതായിട്ട് നല്ലതായിട്ട് പൊങ്ങി നല്ല ഗുമ്മെന്നായിട്ടുണ്ട്. നല്ല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും ആവശ്യത്തിനുള്ള മധുരങ്ങൾ എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കൊക്കെ സ്കൂളിൽ ടിഫിനായിട്ടൊക്കെ പിള്ളേർക്ക് കൊടുത്തു വിടാനും എല്ലാം നല്ലതാണ്. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ കൊച്ചിലെ മുതൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.